മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുമായി അവിടെയുള്ള ചന്തയിലേക്ക്, ഉക്കാള ചന്തയിലേക്ക് കടന്നു പോകുന്നു. പ്രവാചകൻ അവിടെ കൂടിയ ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. ആ സന്ദർഭത്തിൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു സുഹൈൽ ഇബ്നു അംർ എന്ന ഖുറൈശികൾക്കിടയിലെ പ്രഭാഷണ ചാരുതയുടെ പ്രഗത്ഭനായ വ്യക്തിത്വം. പ്രഗത്ഭനായ വ്യക്തിത്വമായിരുന്നു സുഹൈൽ ഇബ്നു അംർ. അദ്ദേഹം തന്റെ സുന്ദരമായ ഖുറൈശി അറബി ഭാഷ ഉപയോഗിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെ വഷളാക്കിക്കൊണ്ട്, പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം, അങ്ങേപ്പുറത്ത് സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം നിന്ന, പ്രവാചക നിന്ന. ഒരു ദിവസമല്ല, നീണ്ട 13 വർഷക്കാലം. അതിനുശേഷമാണ് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നത്. മദീനയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ മദീന രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി മക്കയിൽ സായുധ ശേഖരം നടത്താൻ, സാമ്പത്തിക ശേഖരം നടത്താൻ മുന്നിൽ നിന്നവൻ സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംറും ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി ആദ്യമായി നടന്ന ഭീകരമായ യുദ്ധത്തിൽ മക്കയിലെ ഖുറൈശികളോടൊപ്പം അണിനിരന്നവരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. 1000-ഓളം ആളുകൾ, കേവലം 313 പേരുടെ ചെറിയ സംഘവുമായി നടന്ന ബദറിലെ ഏറ്റുമുട്ടലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘം വിജയിച്ചു. മക്കാ മുശ്രിക്കുകൾ പരാജയപ്പെട്ടു. മക്കാ മുശ്രിക്കുകളിൽ നിന്ന് ബന്ദികൾ ഉണ്ടായി, ഒരുപാട് ബന്ദികൾ, യുദ്ധത്തടവുകാർ. അവരെ എന്ത് ചെയ്യണമെന്ന പ്രശ്നമുണ്ടായി. ആ പ്രശ്നം ചർച്ച ചെയ്തപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അവരെ മുഴുവനും കൊന്നുകളയണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചു. അവരിൽ പെട്ട ആളുകളെ ചിലരെ ഭോജനദ്രവ്യം നൽകിക്കൊണ്ട് വെറുതെ വിടാൻ, മറ്റു ചിലരെ മദീനക്കാർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാമെന്ന നിബന്ധനയിൽ വെറുതെ വിടാൻ, മറ്റു ചിലരെ നിരുപാധികം വെറുതെ വിടാൻ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ആ തീരുമാനം അറിയിച്ചപ്പോ ആ ബന്ദികളുടെ കൂടെ സുഹൈൽ ഇബ്നു അംറും ഉണ്ടായിരുന്നു. നീണ്ട 13 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ നാവ് കൊണ്ട് ഏറ്റവും അധികം വേദനിപ്പിച്ച സുഹൈൽ ഇബ്നു അംർ ഇപ്പോൾ തന്റെ കൈകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങുന്ന സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വാളോങ്ങി വന്ന സുഹൈൽ ഇബ്നു അംർ, അദ്ദേഹത്തെ വെറുതെ വിട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, സുഹൈലിനെ താങ്കൾ വെറുതെ വിടുകയാണോ? എങ്കിൽ എന്നെ അവന്റെ പല്ലിന്റെ അടിയിലെ പല്ലില്ല, അതിൽ 2 എണ്ണം അടിച്ചു കൊടുക്കാൻ അനുവദിച്ചാലും. എന്നാൽ പ്രവാചകരെ, താങ്കൾക്കെതിരിൽ പിന്നെ അവൻ താങ്കളെ വഷളാക്കിക്കൊണ്ട് സംസാരിക്കില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഉമർ, അതിന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ അംഗച്ഛേദം ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അംഗച്ഛേദം ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഉമർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ സുഹൈലിൽ നിന്ന് ഉണ്ടായിക്കൂടായികയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ സംഭവിച്ചു. പ്രവാചകരുമായി യുദ്ധത്തിന് വന്ന സുഹൈൽ ഇബ്നു അംറിനെ പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രചാരകനായി, പ്രബോധകനായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ആളുകളോട് പ്രഭാഷണം നടത്തുന്നവനായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലുണ്ടായ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സുഹൈൽ ഇബ്നു അംർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ പ്രഭാഷണത്തെ ആയുധം ഉപയോഗിച്ച് ആളുകളെ പ്രചോദിപ്പിച്ച് ആ സമൂഹത്തിന് അനുകൂലമാക്കി ആളുകളുടെ മനസ്സിനെ മാറ്റിയ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിച്ചപ്പോ ഉമർ ഓർത്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞത്, ഉമർ, താങ്കൾക്ക് ഇഷ്ടമുള്ള ഒന്നും എന്തെങ്കിലും സുഹൈലിൽ നിന്ന് ഉണ്ടായിക്കൂടായികയില്ലല്ലോ എന്ന് പറഞ്ഞത്. ഇതാണ് പ്രവാചക ജീവിതം, കാരുണ്യത്തിന്റെ ജീവിതം.